നമുക്ക് 20,000 രൂപ, അതായത് ഒരു സെക്യൂരിറ്റി, അത് ചാർജ് 20,000 രൂപ. ഒരു വണ്ടീനെ നമ്മൾ ആ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ച് നമുക്ക് അതേ കിട്ടാറുള്ളൂ. എത്ര ദൂരമൊക്കെ പോകേണ്ടി വരും മാഡം? ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞില്ലേ. എങ്ങനെ മാഡം? ഹലോ മാഡം, എത്ര ദൂരമൊക്കെ പോകേണ്ടി വരും? വിമാനത്താവളത്തിൽ നിന്ന് എത്ര ദൂരമൊക്കെ പോകേണ്ടി വരും? നമുക്ക് ഏകദേശം ഒരു 15 കിലോമീറ്റർ 10 കിലോമീറ്റർ അത്രേ ഉള്ളൂ പോകേണ്ടി വരുള്ളൂ, അല്ലെങ്കിൽ 20 കിലോമീറ്റർ. ചിലപ്പോൾ നമുക്ക് കൊടുവള്ളി പ്രദേശത്തേക്ക് ചില സമയത്ത് പോകേണ്ടി വരും, ചില സമയത്തേക്ക് അതിന്റെ കുറെ മുമ്പ് അത് അവരെ വാഹനങ്ങൾ വന്ന് അവർ പിക്ക് ചെയ്ത് പോകും. എന്നാലും ഒരു രാത്രി ഈ പറയുന്ന വാഹനങ്ങൾക്ക് അകമ്പടി പോയാൽ 20,000 രൂപയാണ് കിട്ടുക. നിങ്ങൾ 5-6 പേരുണ്ടാകും ഒരു വാഹനത്തിൽ, അല്ലേ? അതെ 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 അതെ. ഒരു മാസം 5-6 തവണ പോവുകയാണെങ്കിൽ ഒരു 1 ലക്ഷം രൂപ 1.5 ലക്ഷം രൂപ കിട്ടും. അത് മാഡം അത് പോകുന്നതിനനുസരിച്ചിരിക്കും. മാഡം ഇത് വീണ്ടും പറഞ്ഞു വരുന്നത് എന്താ പറയുക, നമുക്ക് ഈ മരിച്ചു പോയിട്ടുള്ള 5 സുഹൃത്തുക്കൾ, എൻ്റെ സുഹൃത്തുക്കളുടെ കേസ് പുനരാരംഭിക്കുക, അത് അന്വേഷണം പുനരാരംഭിക്കുക, മറ്റു കാര്യങ്ങളാണ് നമ്മളിതിൽ ഒരു അടിസ്ഥാനമാക്കുന്നത്. അതായത് അവർക്ക് നീതി ലഭിക്കുക, അവരുടെ കുടുംബത്തിന് നീതി ലഭിക്കുക, അവരെ കണ്ണീര് ഒഴിവാക്കുക, അത്രയേ ഉള്ളൂ നമ്മൾ ചിന്തിക്കുന്നത്. മരണം സ്വാഭാവിക, ആക്സിഡന്റ് മരണങ്ങളൊക്കെ സ്വാഭാവിക, എല്ലാവരും മരിച്ചു പോകേണ്ട ആളുകളുമാണ്. പക്ഷെ ഇങ്ങനൊരു സംഭവത്തിൽ മരിച്ചു പോകുമ്പോൾ അവരുടെ കുടുംബത്തിനുണ്ടാകുന്ന വിഷമങ്ങള് എനിക്കത് മനസ്സിലാവും. നമ്മൾ തമ്മിൽ തന്നെ സംസാരിച്ചു തുടങ്ങിയിട്ട് ഏതാണ്ട് 1/4 മണിക്കൂറാകുന്നു. ഞാൻ ആദ്യഘട്ടത്തിൽ മുഴുവനും ഇവരുടെ മരണവുമായി ബന്ധപ്പെട്ട, അവരുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചത്, അല്ലേ? പക്ഷേ ഇങ്ങനെ ഒരു കാര്യത്തിൽ, ഇങ്ങനെ ഒരു പ്രചോദനത്തിലല്ലാതെ ഫൈസൽ വന്ന് ഞങ്ങളോടും ഇത് പറയില്ല. ഫൈസൽ വന്ന് ഞങ്ങളോട് ഇതൊക്കെ പറയുമ്പോഴാണ് ഞങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ ചോദിക്കാൻ പറ്റുക. മറ്റാരോടും ചോദിക്കാൻ പറ്റില്ലല്ലോ ഫൈസൽ. അതുകൊണ്ടാണ് ഞാൻ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഫൈസലിനോട് കൂടുതൽ ചോദിക്കുന്നത്. ഫൈസലിന്റെ കൺസേൺ എന്ന് പറയുന്നത് രാമനാട്ടുകര അപകടവുമായി ബന്ധപ്പെട്ട് ഫൈസലിന് കൂടപ്പുറപ്പങ്ങളെ പോലെ ഉണ്ടായിരുന്ന ആളുകളെ നഷ്ടപ്പെട്ടു, അവരുടെ കേസിൽ പുനരന്വേഷണം വേണം എന്നുള്ളതാണ്. നമുക്ക്, അതായത് മരണമുണ്ടായാൽ അത് കൊലപാതകമാണ് എങ്കിൽ അത് നിയമവ്യവസ്ഥയിൽ തെളിയിക്കപ്പെടണമെന്നൊരു ആവശ്യം ഒരു വശത്തുണ്ട്. മറ്റൊരു വശത്ത് ഈ സംഭവം എങ്ങനെയാണ് നടക്കുന്നതെന്ന് സംബന്ധിച്ച് സിസ്റ്റത്തിന്, ആളുകൾക്ക്, പൊതുസമൂഹത്തിന് വിവരം വേണമെന്നുള്ളൊരു ആവശ്യം കൂടിയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അതിൽ ചില ചോദ്യങ്ങൾ കൂടി ചോദിച്ചത്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന വിവരങ്ങളുടെ ഒരു കൊടുക്കൽ വാങ്ങൽ നടത്തുകയാണല്ലോ. അതുകൊണ്ട് ഫൈസലിന്റെ കാര്യത്തിലേക്ക് വരുന്നില്ല എന്ന് വിചാരിക്കേണ്ട. ആദ്യഘട്ടം മുഴുവൻ ഞാൻ അതിലേക്കാണ് ചോദിച്ചതും. ഫൈസലിന് തന്നെ അറിയാവുന്നതാണ് ഈ ആളുകളുടെ മരണം, അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചത്. ഫൈസൽ, അതുകൊണ്ടാണ് ചോദിക്കുന്നത്, ഫൈസലിന് സംസാരിക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ലല്ല മാഡം, പറഞ്ഞോളൂ. ശരി ഫൈസൽ, അതായത് ഈ ഇങ്ങനെ പ്രവർത്തിക്കുന്ന എത്ര ഗ്രൂപ്പുകളെ ഫൈസലിന് അറിയാം? മേഡം, നമുക്ക് വേറെ ഗ്രൂപ്പുകളെ കുറിച്ചൊന്നും അറിയില്ല. ഞാൻ പിന്നെ പറഞ്ഞില്ലേ, ഞാൻ ഈ സ്വർണ്ണക്കാരെ മൊത്തം കുറിച്ച് പറയാനൊന്നുമല്ല ഞാൻ ഈ വേദിയിൽ വന്നിട്ടുള്ളത്. നമുക്ക് ഇവർ ചെയ്ത തെമ്മാടിത്തരം, അങ്ങനെ തന്നെ അത് ശുദ്ധമായിട്ടുള്ള രീതിയിൽ പറയാം. ഇവർ ചെയ്ത തെമ്മാടിത്തരത്തെ കുറിച്ച് പറയാനാണ്. അതായത് ഞാൻ വീണ്ടും വരുന്നത്, നമുക്ക് ഇതിൽ കൂടുതൽ പറയേണ്ട കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ സാറ് ഈ കുടുംബങ്ങളുടെ മറ്റേ വീടുകളിലൊക്കെ പോയിട്ട് ബൈറ്റും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. അപ്പോൾ അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ സാറിന് അറിയാം. അതായത് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ നിൽക്കുക. ഇത് ഇവരിലേക്ക് അറിയിക്കുക, വേറെ ആളുകളെ അറിയോ, വേറെ മറ്റേ ഗാങ്ങുകളെ അറിയോ, വേറെ ഇതിനെ കുറിച്ച് സെക്യൂരിറ്റി കൊടുക്കുന്ന ആളുകളെ അറിയൊന്നുമില്ല. അതൊക്കെ പോലീസ് കണ്ടെത്തട്ടെ. അത് എയർപോർട്ട് പരിസരത്തുള്ള ഇതിന്റെ തമ്പടിച്ച് നിൽക്കുന്ന ആളുകളെ പോലീസ് കണ്ടെത്തട്ടെ. നമുക്ക് ഇവരെ കുടുംബത്തിന് നീതി ലഭിക്കും. ഞാൻ വീണ്ടും പറയാം, നമുക്ക് അതേ താല്പര്യമുള്ളൂ. നമുക്ക് വേറെ ഇതിനെ കുറിച്ച് ഈ നാട്ടിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഫൈസൽ അറിയുന്നുണ്ടല്ലോ. PV അൻവർ കഴിഞ്ഞ ദിവസത്തിൽ ഇതിൽ ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഈ അന്വേഷണം വേണം, കേന്ദ്ര സംഘത്തിന്റെ അന്വേഷണം വേണമെന്ന് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അത്തരം അന്വേഷണങ്ങളൊക്കെ വന്നാൽ ഈ എല്ലാ കേസുകളും പരിഗണിക്കപ്പെടുകയും ചെയ്യും. ഫൈസൽ, പക്ഷേ ഒരു കാര്യം ചോദിച്ചോട്ടെ, പോലീസിന് ഇതിൽ ഈ കുറ്റപത്രം വൈകിപ്പിക്കുന്ന അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന്റെ ലാഭം എന്താണ്? സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് വലിയ ലാഭമെടുക്കൽ ഇടയ്ക്ക് നിന്ന് പോലീസ് സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ടോ? നമ്മൾ പോലീസിനെ അങ്ങനെ അവഹേളിച്ച്, പോലീസിനെ മനഃപൂർവ്വം, ഞാനിപ്പോൾ ഈ കേരളത്തിലുള്ള മൊത്തം ഡിപ്പാർട്ട്മെന്റിനെ അങ്ങനെ അവഹേളിച്ച് പറയാൻ പാടില്ല. അതായത് അതിൽ ചില വ്യക്തികൾ, ചിലപ്പോൾ വ്യക്തികൾ എന്തെങ്കിലും ചെയ്യാം, അതായത് ചില ആളുകളോട് എന്തെങ്കിലും കാരണത്താൽ ചെയ്തേക്കാം എന്നേ പറയുന്നത്. അതായത് കേരള പോലീസിനെ നമുക്ക് ഒരു കാരണവശാലും അങ്ങനെ പറയാൻ പാടില്ല. എങ്ങനെ നമ്മൾ പോലീസ് ഇതിൽ അറിഞ്ഞുകൊണ്ട് എന്തെങ്കിലും ചെയ്തു, അതിൽ ചില വ്യക്തികളായേക്കാം. നമുക്കത് കൃത്യമായിട്ടുള്ള ധാരണയില്ല, കൃത്യമായിട്ടുള്ള രേഖകളില്ല, കൃത്യമായിട്ടുള്ള കാര്യങ്ങളില്ല. അതൊരു അവർ ചെയ്യുന്ന ബിസിനസ്, അതായത് ഈ അമാനക്കാർ ചെയ്യുന്ന, അതായത് അതൊരു പേഴ്സണൽ സംഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായേക്കാം ചിലപ്പോൾ. അതിന് നമുക്ക് വ്യക്തമായിട്ടുള്ള തെളിവുകളോ കാര്യങ്ങളൊന്നുമില്ല. ഞാനും സംശയിക്കുന്ന ഒരു കാര്യമാണ്, എന്തുകൊണ്ട് പോലീസ് കുറ്റപത്രം കൊടുക്കുന്നില്ല? ഇത്രയായിട്ട് 3.5 വർഷമായി, എന്തുകൊണ്ടാണ് പോലീസ് കുറ്റപത്രം കൊടുക്കാത്തത്? അത് എല്ലാവരുടെ ഇടയിലൊരു സംശയമാണത്. ശരി ശരി ഫൈസൽ, വളരെയധികം നന്ദി.